ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നമുക്ക് വോട്ട് ലഭിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ്. പാർട്ടി പറയുകയാണ് നീ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയറി മത്സരിക്കാൻ പറ്റുമോ? ഇപ്പോൾ സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടിയും താങ്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, വലിയൊരു പ്രചാരണം എല്ലാ കാലഘട്ടം നടന്നത്. എന്തെങ്കിലും അതിൽ ശരിയുണ്ടോ? അതിൽ ഒന്നുമില്ല, അത് പുറത്ത് പറയുന്നതല്ലാതെ അദ്ദേഹം ഞാനും തമ്മിലുള്ള ഒരു സമയത്തും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരു വിദ്വേഷത്തിലേക്ക് പോയിട്ടില്ല. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ സമ്മതനായ നേതാവും MLA-യുമായ ഡോക്ടർ MK മുനീർ ചേരുകയാണ്. കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് നേതാക്കൾ മുഴുവൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. LDF കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഗെയിൽ, ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള ഒരു വലിയ പദ്ധതികൾ അവർ ഈ 10 വർഷം കൊണ്ട് നടപ്പാക്കി കേരളം വികസന രംഗത്ത് വളരെ കുതിച്ചുചാട്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് അവർ മൂന്നാം ഊഴത്തിന് വേണ്ടി നേരിടുന്നത്. UDF ഏത് രീതിയിലാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്? ഈ വീണ്ടും UDF അധികാരത്തിൽ വരും എന്ന് പറയാനുള്ളൊരു കാരണം എന്താണ്? ഒന്ന്, UDF ഒരു ടീം UDF എന്ന നിലയ്ക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു 100 സീറ്റെങ്കിലും വാങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഐക്യജനാധിപത്യ മുന്നണി വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കുറച്ച് കാലം മുമ്പ് നടന്നിട്ടുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും പിന്നീട് നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പായാലും അതിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയൊരു ഷിഫ്റ്റ് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് പൊതു സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പം ഇടതുപക്ഷം പറയുന്ന വികസനങ്ങളൊക്കെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് പലതും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിഴിഞ്ഞമാണ് അവർ ഏറ്റവും വലിയൊരു അവരുടെ മൈൽ സ്റ്റോണായിട്ട് പറയുന്നൊരു കാര്യം. വിഴിഞ്ഞം ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാവില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ്. അന്ന് ഇവർ എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അന്ന് നിയമസഭയിൽ ചെയ്തൊരു പ്രസംഗമുണ്ട്, എന്ത് എതിർപ്പുകളുണ്ടെങ്കിലും വിഴിഞ്ഞം ഇവിടെ യാഥാർത്ഥ്യമാകും. അങ്ങനെയാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടായാലും ഇപ്പോൾ ദേശീയപാതയുടെയും തുടക്കം ആ കാലഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ പല കാരണങ്ങളാലും കാലതാമസം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. മറ്റുള്ള എല്ലാ വികസനങ്ങളുടെയും ഒരു അടിത്തറ പാകിയിട്ടുള്ളത് UDF ഗവൺമെൻറ്റുകളാണ്. ഒരു ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഒരു വലിയ അരാജകത്വം ആ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ 5 വർഷം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പം ഏറ്റവും അടുത്തായിട്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. രണ്ടാം പിണറായി ഗവൺമെൻറ് ഒരു PR വിജയം അങ്ങനെയായിരുന്നു. അങ്ങനെയാണോ? PR അല്ലാത്തതൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഏത് പ്രവൃത്തി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ പരസ്യങ്ങൾ തന്നെ നമുക്ക് നോക്കി. ഇപ്പം ദേശീയപാത ആരാ ഉണ്ടാക്കിയത്? ദേശീയപാതയിൽ പിന്നെ ആ കൺസ്ട്രക്ഷനിലെ അപാകത മൂലം അത് തകർന്ന് വീഴുമ്പം അതിന് പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്രത്തിനുള്ളതാണ് എന്ന് പറയുകയും, അല്ലാത്ത സമയം പിന്നെ ഈ പാതകൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊക്കെ പിണറായി വിജയൻ്റെ ചിത്രമാണ് കാണുന്നത്. പിണറായി വിജയൻ പറയുന്ന ഗവൺമെൻറ് പരസ്യം നൽകുന്നു ഈ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം. അത് കേരളത്തിന് അടുത്ത ഊഴത്തെ ഗവൺമെൻറ് വരുമ്പോഴും ഉറപ്പ് നൽകുന്നു എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം വർഗീയ ധ്രുവീകരണം ഏറ്റവും കൂടുതൽ ഉണ്ടായ കാലം ഏതാണ്? ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരും വർഗീയത മാത്രം സംസാരിച്ചൊരു കാലത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ?
അത് എ കെ ബാലൻ്റെ പ്രസ്താവന എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആരുടെ പ്രസ്താവന എടുത്ത് നോക്കി വെച്ച് കഴിഞ്ഞാൽ എന്തിനധികം മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ അങ്ങനെയാണ് അത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ട് തന്നെയാണല്ലോ ആ കാലത്തൊക്കെ അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല ഇവിടെ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടക്കുന്നതും അതുപോലെ തന്നെ സ്വർണ്ണ കടത്ത് നടക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നാണെന്നുള്ളൊരു ധ്വനിയാണല്ലോ. സത്യത്തിൽ അതല്ലേ പിന്നീട് ബി ജെ പി ഏറ്റുപിടിച്ചത്. അപ്പോൾ ബി ജെ പിക്ക് വേണ്ടുന്ന മുദ്രാവാക്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നൊരു ജോലിയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് പിന്നെ എ കെ ബാലൻ്റെ പ്രസ്താവനയിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും സമസ്തയുടെ ഉൾപ്പെടെയുള്ള സ്വീകാര്യത, കാന്തപുര വിഭാഗത്തിൻ്റെ ഉൾപ്പെടെയുള്ള സ്വീകാര്യത മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു, LDF ലഭിക്കുന്നു. ലീഗിന് മാത്രമാണ് അത്തരത്തിലൊരു എതിർപ്പുണ്ടാവുന്നത്. അതല്ല, സ്വീകാര്യത എന്നതിനേക്കാൾ അപ്പുറം ഒരു ഗവൺമെൻറ് ആവുമ്പോൾ ആ ഗവൺമെൻറ്റുമായി പിന്നെ ഒരു സർക്കാർ എന്നുള്ളൊരു അത് സമസ്ത എങ്ങനെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കുന്നത് ആയി അതിനെ കാണരുത്. കാരണം ഒരു മുഖ്യമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ കാണാൻ പോവുക എന്ന് പറയുന്നത് അത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് പിന്നെ പിണറായി വിജയൻ്റെ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും മുഖ്യമന്ത്രിമാർ വിളിക്കുമ്പോൾ മത സംഘടനാ നേതാക്കൾ പോകാറുണ്ട്. അവരുടെ പ്രശ്നം അവരുടെ മുന്നിലാണ് ചർച്ച ചെയ്യേണ്ടത്. അതാത് ഗവൺമെൻറ്റുകളുടെ മുന്നിലല്ലേ. അത് ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴും ഞങ്ങളുടെ മുന്നിൽ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, എല്ലാ വിഭാഗങ്ങളും വരാറുണ്ട്. അല്ലാതെ അത് പൂർണ്ണമായി ഞങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ മുന്നണിക്കാണ് എന്നൊരിക്കലും സമസ്ത പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ പല ഘട്ടങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ അവസാനം വെള്ളാപ്പള്ളിയുടെ വിവാദത്തിൽ മുന്നേ സമസ്തയുടെ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പറഞ്ഞു, പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് വർഗീയതയെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മതസംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു ഗവൺമെൻറ്റിന് എതിരെ പിന്നെ മതസംഘടനകൾ അങ്ങനെ ഒരു പ്രസ്താവനയായി വരാറില്ല. എന്നാൽ കമ്മ്യൂണൽ ആയിട്ടുള്ള, ഉദാഹരണത്തിന് വെള്ളാപ്പള്ളിയുടെ വിഷയം നമുക്കെല്ലാം അറിയാം. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾക്കെതിരെ സംസാരിച്ചത് നമ്മളല്ല, പിണറായി വിജയൻ തന്നെയാണ് ഒരു കാലത്ത് പിന്നെ വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിച്ചത്. അതേ വെള്ളാപ്പള്ളിയെ പിന്നീട് വെള്ള പൂശുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ അങ്ങനെയുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ വർഗീയ പ്രസ്താവനകളെ അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തള്ളിപ്പറയണമല്ലോ, തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങൾ അത് സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരെയാണ് പറയുന്നത് എന്നാണ്. അത് നിങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പരിശോധിച്ചിട്ടുള്ളതല്ലേ. അദ്ദേഹം ലീഗിനെതിരെയാണോ? അത് പിന്നീട് അത് ആ രീതിയിലുള്ള ചർച്ച വന്നപ്പം അദ്ദേഹം ലീഗിനെതിരെ എന്നാക്കി മാറ്റി എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു പ്രസ്താവന ലീഗോ ഒന്നും നടത്തിയിട്ടില്ല. ഈവൻ UDF നടത്തിയിട്ടില്ല. UDF ആകെ VD സതീശൻ പറഞ്ഞിട്ടുള്ളത് വർഗീയത പ്രചരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയെ തേജോവധം ചെയ്യുന്ന ഒന്നും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു സമുദായ നേതാവിനെ നമ്മൾ മോശമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രസ്താവനയും BJPക്ക് ഫ്യൂവൽ നൽകുന്ന പ്രസ്താവനകളാണ്. അത് നല്ല ഇന്ധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് പിന്നെ AK ബാലൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവന, AK ബാലൻ പറയുന്നത് ഈ ഐക്യജനാധിപത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ പിന്നെ ആഭ്യന്തരം കൈയാളുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾബലം എത്ര എന്ന് നമുക്കറിയാമല്ലോ. അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര പിന്നെ വോട്ടുകളുണ്ട് എന്നും നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം ആണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പം ഒന്ന് ആ ഒരു പ്രസ്ഥാനത്തെ അവർ പർവ്വതീകരിക്കുന്നു എന്നത് ഒരു കാര്യം. പർവ്വതീകരിക്കാൻ മാത്രം ഒരു ശേഷിയുള്ള പ്രസ്ഥാനം അല്ല ജമാഅത്തെ ഇസ്ലാമി. അല്ല, ഞാൻ പറയുന്നത് നമുക്ക് ഒരു രാഷ്ട്രീയമായ
വലിയ സ്വാധീനം ചെലുത്തി ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്ന അത്ര ശക്തിയുള്ള പ്രസ്ഥാനമൊന്നും അല്ലല്ലോ ജമാഅത്തെ ഇസ്ലാമി. അത് അവർ തന്നെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് പിന്നെ തോന്നുന്നു. ഈ മുസ്ലിം ലീഗ് ഒരു കാലത്ത് ശക്തമായിട്ട് എതിർത്തിരുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി, അതെ. SDPI പോലെയുള്ള കുറച്ചുകൂടി തീവ്ര ചിന്തകളിലേക്ക് പോകുന്ന പ്രസ്ഥാനങ്ങളെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് ആ ഒരു നയസമീപനത്തിൽ നിന്ന് മാറി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊരു സൗഹൃദപരമായൊരു ധാരണ, തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാകുന്നു, ഒരു കൂടെ നിർത്തുന്നു. ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയോടുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു സമീപനത്തിൽ മാറ്റമുണ്ടായോ? ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിന് ആശയപരമായിട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് എവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയാത്തത്. മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ പ്രചരണങ്ങൾ ഒഴിച്ച് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് നമ്മൾ എവിടെയാണ് ധാരണയുണ്ടായിട്ടുള്ളത്? എന്നാൽ പരസ്യധാരണയുണ്ടാക്കിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഞാനിപ്പോൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഓമശ്ശേരിയിലൊക്കെ നടന്നിട്ടുള്ള പോസ്റ്ററുകൾ പക്ഷേ VD സതീശൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, മുസ്ലിം ലീഗ് അതിനെ അല്ല. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെയാണ് VD സതീശൻ എടുത്ത് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം VD സതീശൻ ഒരിക്കലും ഞങ്ങൾ അവരുടെ പിന്തുണ നേടുന്നു, ഞങ്ങൾക്ക് അവരുടെ ഞങ്ങളുടെ മുന്നണിയിൽ അവരുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത്തരം പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു രീതിയിലാണല്ലോ VD സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലഘട്ടത്തിൽ മതരാഷ്ട്രവാദം ആരോപിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുമായി ചേർന്ന് മുന്നണികളുണ്ടാക്കി ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ച് പല പഞ്ചായത്തുകളും അവർ ഒരുമിച്ച് ഇവരുടെ പിന്തുണയിൽ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പെട്ടെന്ന് ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും സ്മൃതിഭ്രംശം സംഭവിച്ചു എന്ന് കരുതിക്കൊണ്ട് അവർക്കെതിരെ പ്രസ്താവന കൊടുക്കുന്നതിൻ്റെ കാപട്യത്തെയാണ് ശരിക്കും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ലീഗ് ഒരു കാലത്ത് മാറ്റി നിർത്തിയ പ്രസ്ഥാനത്തെ പല തദ്ദേശ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. പല പിന്തുണ സ്വീകരിച്ചിട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഇവിടെ പല സ്ഥലത്തും ഈ പ്രാവശ്യം വെൽഫെയർ പാർട്ടി ഞങ്ങൾ നേരിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഫറൂഖ് പേട്ടയിൽ ഞങ്ങൾക്ക് അവിടെ വേറെ കാൻഡിഡേറ്റ്, ഞങ്ങൾ നേരിട്ട് വെൽഫെയർ പാർട്ടിക്കെതിരെയാണ് മത്സരിച്ചത്. പാലക്കാട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങൾ അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും പഞ്ചായത്തുകൾ ഒരുമിച്ച് ഭരിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ അവർ നമ്മളെ പിന്തുണച്ചോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അവരുടെ തീരുമാനമാണത്. ലീഗിൻ്റെ പഴയ സമീപനത്തിൽ നിന്ന് ജമാഅത്തെ ലീഗ് അന്നും ഇന്നും ഇപ്പോഴും ഈ അടുത്തും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഐഡിയോളജിക്കലി ഒരിക്കലും യോജിച്ചു പോകുന്ന പ്രസ്ഥാനങ്ങളല്ല. ഞങ്ങളുടെ ഐഡിയോളജി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയും നമ്മുടെ പ്രത്യയശാസ്ത്രവും രണ്ടും ഒന്നാവുകയാണെങ്കിൽ ആ സമയം രണ്ട് പ്രസ്ഥാനങ്ങളുടെ ആവശ്യമില്ലാതെ വരും. എന്താണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം? പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവരുടെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ അവരുമായിട്ട് എതിർത്ത് നിന്നിരുന്ന ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ, അവർ പൊളിറ്റിക്കലി ഒരു കമ്മ്യൂണിറ്റി സംഘടിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. അന്ന് ഖൈദവുൽ ഇസ്മായിൽ സാഹിബ് പറഞ്ഞത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി പൊളിറ്റിക്കലി സംഘടിക്കണം എന്ന് മാത്രമല്ല, അവർ പൊതുധാരയിൽ വരണം, മാത്രമല്ല രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകണം, ഭരണഘടനാനുസൃതമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പങ്കാളിത്തം വഹിക്കണം. അന്ന് അവരതിനെതിരായിരുന്നു. അപ്പം അന്ന് മാത്രമല്ല, അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഏതൊരു പ്രസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടേതായ ഒരു ഭരണഘടന അവർക്കുണ്ടാവും. അവരുടെ ഭരണഘടനയും ഞങ്ങളുടെ ഭരണഘടനയും തമ്മിൽ യോജിച്ച് പോകുന്നതല്ല പല കാലത്താലും. കാരണം നമ്മൾ
എന്നും വിശ്വസിച്ച് വന്നിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളത്. ഈ അടുത്ത കാലത്താണ് അവർ ശരിക്കും ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി രംഗത്ത് വരികയും പൊളിറ്റിക്കലി മത്സരിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കാലാകാലങ്ങളിൽ അനുവർത്തിച്ച് വന്നിട്ടുള്ള ഐഡിയോളജിയിൽ ഞങ്ങളിന്ന് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ മറ്റവരുടേത് ഏത് സമയവും മാറില്ല എന്ന് ഞാൻ മാറ്റം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഇല്ല. ഇപ്പോൾ പൊളിറ്റിക്കലി അവർ സംഘടിക്കാൻ തീരുമാനിച്ചത് ഒരു മാറ്റമാണ്. ജമാഅത്ത് ഇസ്ലാമിയോടുള്ള വിയോജിപ്പ്, ആശയപരമായ വിയോജിപ്പ് തുടരും ലീഗ്? ആശയപരമായ വിയോജിപ്പ് തുടരും, യാതൊരു സംശയമില്ലാത്ത കാര്യം. പിന്തുണ സ്വീകരിക്കുമോ തെരഞ്ഞെടുപ്പിൽ? അല്ല, പിന്തുണ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ അല്ല, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പിന്തുണ എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള എല്ലാവരും സമ്മതിദായകരാണ്. അപ്പോൾ അയാളിങ്ങനെ എല്ലാ സമ്മതിദായകരോടും ഒരുമിച്ചാണ് വോട്ട് ചോദിക്കുക. അതിലാര് ചെയ്യുന്നു ആര് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു പിന്തുണ, ഇപ്പോൾ ഒരു പിന്തുണ പറഞ്ഞു എന്ന് വെച്ചോളൂ, നമുക്ക് ചെയ്തു എന്നെന്താ ഉറപ്പ്? അപ്പം നമ്മളൊന്നും ബൂത്തിനകത്ത് പോയി ഇരുന്നു കൊണ്ട് ഒരാൾ വോട്ട് ചെയ്യുന്നത് EVM മെഷീനിൽ എവിടെ കുത്തുന്നു എന്ന് നോക്കി അവർ നമ്മുടെ ആശയത്തിനെതിരായ ആൾ കുത്തുമ്പോൾ നമുക്ക് പോയി കൈ പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്, കാരണം നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ളത് ഞങ്ങൾ നോക്കാറില്ല. അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ പൂർണ്ണമായിട്ടും? അത് അവരുടെ ഐഡിയോളജിക്കലി കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി സമൂഹത്തിന് അവർ കൊടുക്കണം. അത് ഇതുവരെ കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുസ്ലിം ലീഗ് ഒരു സെക്യുലർ, പൂർണ്ണമായ ഒരു സെക്യുലർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അതെ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ളൊരു സംഘടനയെ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു ബാന്ധവം മുസ്ലിം ലീഗിൻ്റെ ഒരു സെക്യുലർ ഫേസിനെ ബാധിക്കുന്ന? ഞങ്ങൾക്ക് ബാന്ധവം ഇല്ലല്ലോ, അതാണ് ഞാൻ പറയുന്നത്. ആരാണ് ഈ ബാന്ധവം എന്ന് പറയുന്നത്? ഞങ്ങളിൽ അടിച്ചേൽപ്പിച്ച ആരോപണമാണ്. കൂടെ നിർത്തിയ എന്ന് പറയുന്നതും ഞങ്ങളിൽ അടിച്ചേൽപ്പിച്ച ആരോപണമാണ്. അല്ല, അങ്ങനെ ഒരു ഘട്ടം ഞങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിട്ടുണ്ടോ തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ? പക്ഷെ അവരുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ ഇപ്പോൾ PDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന സമീപനം എന്താണ്? പിന്നീട് ഉണ്ടായ സമീപനം എന്താണ്? SDPIയോട് അവർക്ക് ആദ്യം ഉണ്ടായ സമീപനം എന്താണ്? ഈ പ്രാവശ്യം SDP ലീഗിനെതിരെ മത്സരിച്ചു, എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാതെ പോയത്? ഇതെല്ലാം നമ്മൾ പരിശോധിക്കണ്ടേ? അപ്പം ഇത് ഒരു വൺ വേ ആയിട്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹിറ്റ്ലറുടെ അദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന മന്ത്രി ഗീബൽസ് ആയിരുന്നു. ഗീബൽസ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയരുത്, മറിച്ച് മറ്റൊരാരോപണം അവരിൽ നിരന്തരമായി ആരോപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എന്താവും? ശ്രദ്ധ മുഴുവൻ, അപ്പോൾ അവരതിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ ആ ആരോപണത്തിലാവുകയും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. സത്യത്തിൽ അതാണ്. ഇവരിൽ ആരോപിക്കപ്പെടേണ്ട ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഇവർ ഒരു ആരോപണം ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കി പറയുകയാണ്. ഒരുമിച്ചുള്ള എതിർപ്പ് UDF ഉണ്ടാവുന്നില്ല, ഒരുമിച്ചുള്ളൊരു നിലപാട് ഉണ്ടാവുന്നില്ല എന്നുള്ള ക്ലാരിറ്റി കുറവുണ്ട്. അല്ല, ഒരു ക്ലാരിറ്റി കുറവില്ല. നമ്മൾ മാത്രം രാവിലെ എണീറ്റിട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മാത്രം അത് പറയണ്ട. ഞങ്ങൾ ഇവരുമായിട്ട് ഞങ്ങൾക്ക് ആശയപരമായ പ്രശ്നമുണ്ട്, ഞങ്ങൾ അവരുടെ പിന്തുണ നേടിയിട്ടില്ല, അവർ ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട മറുപടി കിട്ടണം. നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ കൂടെ കൂടി? അന്ന് അവർക്ക് മതരാഷ്ട്രവാദ ചിന്താഗതി ഇല്ലായിരുന്നുവോ? എന്തിനാണ് നിങ്ങൾ പല പഞ്ചായത്തുകളിലും ഒരുമിച്ച് മത്സരിച്ചത്? എന്തിനാണ് നിങ്ങൾ ഒരുമിച്ച് ഭരിച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പോലും പോസ്റ്ററിൽ അടിച്ചപ്പം വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ അടിച്ചത്? അതിൻ്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് എതിരെ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയല്ല ഞങ്ങൾക്ക് വേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ നമ്മൾ തേടില്ല ഒരിക്കലും, അങ്ങനെ പറയാമോ? അത് ഞാനല്ല പറയേണ്ടത്.
പിന്തുണ ഒരു മനുഷ്യ തേടരുത് എന്നുള്ള ഒരു വ്യക്തിപരമായ അല്ല, ഞാൻ നിലപാട്. പറയുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിൽ എല്ലാവരുടെ വോട്ടുകളും ഇപ്പോൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നമുക്ക് വോട്ട് ലഭിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ്. നമ്മൾ ഇടതുപക്ഷത്തിനോട് ആശയപരമായ പ്രശ്നമുള്ളതുകൊണ്ട് ഒറ്റ ഇടതുപക്ഷക്കാരനും ഞങ്ങൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആരുടെയൊക്കെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരുടെ വോട്ടാണ് കിട്ടിയത് ഞങ്ങൾക്കത് ഇഴകേറി നോക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എ പി വിഭാഗം സത്യത്തിൽ അപ്പുറത്താണ്. നമുക്ക് കിട്ടിയ വോട്ടുകളിൽ എ പി വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് കിട്ടിയ വോട്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പം എല്ലാ ആളുകളുടെയും വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ നടന്നിട്ടുള്ളത് ഞങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥിയും കിട്ടിയത് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആരാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്? കാന്തപുരം വിഭാഗം ലീഗുമായിട്ട് വളരെ സൗഹൃദ സമീപനത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. അല്ല, സൗഹൃദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിഷ്കാസനം ചെയ്യേണ്ട രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല. ഇപ്പോൾ ഈ സമസ്ത ഐക്യം, ഇപ്പോൾ 2 സംസ്ഥകളും അതിനെ സ്വാഗതം ചെയ്ത് ഉള്ളൊരു നിലപാടായിട്ട് മുന്നോട്ട് പോവാണ്. ലീഗ് അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? എന്തെങ്കിലും ഒരു ഇടപെടൽ ലീഗ് അതിൽ നിർവഹിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്? അവർ രണ്ടുപേരും ഒരുമിക്കുന്നതിന് നമുക്ക് അതിലൊക്കെ പിന്നെ നമുക്കതിൽ ഇടപെടാൻ യാതൊന്നുമില്ല. എങ്കിലും അതൊക്കെ സംഭവിക്കുന്ന എല്ലാ ആളുകളും ഒരുമിക്കുക എന്ന് പറയുന്നത് നല്ല അഭിപ്രായമുള്ളവരാണ് നമ്മൾ. നിങ്ങൾ എപ്പോഴും 2 ചേരിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടൂ എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മൾ. ഒരു രാഷ്ട്രീയ തർക്കത്തിൻ്റെ പേരിലാണല്ലോ സമസ്ത 2 ഭാഗമാകുന്നതും. ചരിത്രപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ചരിത്ര മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്ര മുഹൂർത്തങ്ങളാണോ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഒരു മുന്നണിയിൽ പ്രവർത്തിച്ചിട്ടില്ലേ? ഞങ്ങൾ മന്ത്രിമാരായിട്ടില്ലേ? അത് ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന ആ രാഷ്ട്രീയവും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെയാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ നിലപാടുകൾ എടുക്കാൻ ഓരോരുത്തരെ പ്രേരിപ്പിക്കുന്നത്. ഇരു സമസ്തകളും യോജിക്കണം. അല്ല, യോജിക്കണം എന്ന് പറയുന്നത് അവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ഞങ്ങൾ കയറിയിട്ട് അഭിപ്രായം പറയില്ല. ന്യൂനപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ 2 പ്രബലമായ ന്യൂനപക്ഷം മാത്രമല്ല, ഞങ്ങളുടെ കൺസേണിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ന്യൂനപക്ഷം മാത്രമല്ല, ഞങ്ങളുടെ കൺസേണിൽ പിന്നെ ദളിതുണ്ട്, ഏറ്റവും ഡൗൺ ട്രോഡനായിട്ടുള്ള എല്ലാ ആളുകളുടെയും നമ്മൾ അതിൻ്റെ കൂടെയുണ്ട്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കെ എം ഷാജിയുടെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ബജറ്റ് അവതരണത്തിലടക്കം ധനമന്ത്രി ഉപയോഗിച്ചു. മതമാണ് പ്രശ്നം എന്ന ഒരു കെ എം ഷാജിയുടെ പ്രസംഗമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കെ എം ഷാജിയുടെ ഒരു പ്രസംഗത്തിൽ മതത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ് MLA ആവേണ്ടത്, അധികാരത്തിൽ വരേണ്ടത്, മന്ത്രിമാരാവേണ്ടത് എന്നൊക്കെയുള്ളൊരു വിവാദപരമായ 1-2 പ്രസ്താവനയുണ്ട്. അതിനോട് ഏത് തരത്തിലാണ് കാണുന്നത്? അല്ല, ലീഗിന് അങ്ങനെ ഒരു മതത്തിലേക്ക് മാത്രം ഒതുങ്ങാൻ പറ്റും? 2 കാര്യങ്ങളാണ് അതിൽ. ഒന്ന്, ഷാജി പിന്നെ മതനിരാസത്തിനെതിരെയാണ് ആ പ്രസംഗം ചെയ്തത്. മനസ്സിലായില്ലേ? മതനിരാസത്തിനെതിരെ ചെയ്ത പ്രസംഗം ആണെങ്കിലും മതനിരാസമുള്ളവർ ഈ രാജ്യത്തുണ്ട്. അപ്പം നിങ്ങൾ മതമല്ല പ്രശ്നം എന്ന് നിങ്ങൾ പറയുമ്പോൾ മതമുള്ളവർക്ക്, അപ്പോൾ അതിൽ മുമ്പ് പിന്നെ ഞാൻ മുസ്ലിം മതം എന്ന് പറയുന്നില്ല. നിങ്ങൾ മതമില്ലാത്ത ആളുകൾക്കുള്ള സ്വാതന്ത്ര്യം മതമുള്ളവർക്കും ഉണ്ട്. അതുകൊണ്ട് മതമുള്ളവർക്ക് മതമാണ് പ്രശ്നം എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. അതിന് പകരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ മുസ്ലിം മതമാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇതേ രീതിയിലുള്ള പിന്നെ ശ്രമമാണ് നടത്തിയത്. പക്ഷേ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതി അത് മാറ്റിവെച്ചതോടുകൂടി കെ എം ഷാജി ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളത്, ആ പ്രചരണം അതോടുകൂടി അവസാനിച്ചല്ലോ. രണ്ടാമത്തത് പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ, ഓരോ കമ്മ്യൂണിറ്റീസിൻ്റെ ബാക്ക്വേർഡ്നെസ് പരിഹരിക്കപ്പെടേണ്ടതുണ്ടല്ലോ. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ലാഗ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ മാത്രമല്ല,
ആർക്കൊക്കെ ലാഗ് ഉണ്ടായിട്ടുണ്ടോ ആ ലാഗ് മുഴുവൻ പരിഹരിക്കപ്പെടണം. എല്ലാ കമ്മ്യൂണിറ്റിയും ശാക്തീകരിക്കപ്പെടണം എന്ന് പറയുന്നത് ഇന്നത്തെ ഭരണഘടനാനുസൃതമായ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവരെല്ലാറ്റിനെയും കമ്മ്യൂണലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഈ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇതിൽ നിന്നും അവർക്ക് വേണമെങ്കിൽ അടർത്തിയെടുക്കാം അല്ലേ. ഞാനൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിച്ചു എന്ന് പറയാം. ഞാൻ അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ, എല്ലാ കമ്മ്യൂണിറ്റികളും പൊതുധാരയിൽ തുല്യമായി നിൽക്കണം. എങ്കിൽ മാത്രമേ ആ രാഷ്ട്രത്തിന് ഒരു നിർമ്മിതിക്ക് ഗുണകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. പക്ഷേ ഈ സോഷ്യൽ എഞ്ചിനീയറിങ് കേരളത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. മതങ്ങൾ തമ്മിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ പോലും അതൊരു ഘടകമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷം തന്നെയാണ് ആണല്ലോ പറയുന്നത്, ഞങ്ങൾ മതനിരപേക്ഷതയോട് കൂടിയാണെന്ന് പറയുന്ന ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എങ്ങനെയാണ്? ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും അവിടുത്തെ മതത്തിൻ്റെ റേഷ്യോ നോക്കിയിട്ട് എല്ലാവരും വെക്കുന്നത്. ഇപ്പോൾ AK ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ മത്സരിപ്പിച്ചൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അത്തരമൊരു സമീപനം ത്തിലേക്ക് ലീഗ് പിന്നീട് ലീഗിനെയും ഒന്നില്ലേ ഞങ്ങളുടെ ഏറ്റവും ഇപ്പോൾ തവനൂരിൽ അല്ല താനാളൂർ മത്സരിച്ചത് AP ഉണ്ണികൃഷ്ണൻ്റെ മകളാണ്. ഇപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് ആരാ? ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് AP ഉണ്ണികൃഷ്ണൻ്റെ മകളാണ്. AP ഉണ്ണികൃഷ്ണൻ ഒരു കാലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്. അതിന് മുമ്പ് PSC മെമ്പറായിട്ട് ഞങ്ങൾ AP രാമനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമോ ലീഗിൽ? അല്ല, നമുക്ക് സ്ഥാനാർത്ഥികളെ എല്ലാവരും നിർണ്ണയിക്കുമ്പം ആദ്യം പരിഗണിക്കുന്ന വിന്നബിലിറ്റിയാണ്. വിന്നബിലിറ്റി നമ്മൾ ആദ്യം നോക്കും, അതിലെല്ലാ ഘടകങ്ങളും നോക്കും. ലീഗ് അങ്ങനെ ഒന്നും എവിടെയും തിരിഞ്ഞോടിയിട്ടില്ല ഒരു വിഷയത്തിലും. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റിയെയും നമ്മളവിടെ പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പം ചില ജനറൽ സീറ്റുകളിലാണ് നമ്മൾ മറ്റ് കമ്മ്യൂണിറ്റികളെ പരിഗണിച്ചിട്ടുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതീക്ഷിക്കാമോ, അങ്ങനെ ഒരു തുടർച്ച? അല്ല, ഞാൻ പറയുന്നത് നിയമസഭയിൽ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, മുന്നണിയാണ്. പക്ഷേ നമ്മൾ ഇതിനൊന്നും എതിരല്ല, അത് ഞാൻ തുറന്നു പറയാം. അതായത് വേറൊരു കമ്മ്യൂണിറ്റിയിലെ ഒരാളെ മത്സരിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് എതിരല്ല. മുസ്ലിം ലീഗ് എപ്പോഴും വിശാലമായി ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ പേര് മുസ്ലിം ലീഗ് എന്നായതുകൊണ്ട് അങ്ങനെ പേരിലല്ലോ ഒരു പാർട്ടിയുടെ പ്രവർത്തനമല്ല നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പേര് ഏറ്റവും മനോഹരമായ പേരേതാ? ഭാരതീയ ജനതാ പാർട്ടി. ഭാരതത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്. പക്ഷേ ഇത്രയധികം മതവിദ്വേഷം ഉണ്ടാക്കുന്ന വേറെ പാർട്ടി ഏതാ ഉള്ളത് രാജ്യത്ത്? SDPI എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്തൊക്കെയാണ്? അത് NDF എന്ന് പറയുമ്പം നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്. പക്ഷെ ഉള്ളിൽ അവർ പറഞ്ഞത് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പേരുകൾ മനോഹരമാക്കാൻ പലർക്കും സാധിച്ചേക്കും. പക്ഷേ കേരളത്തിൻ്റെ നമ്മൾ എടുക്കുന്ന സമീപനം എന്താണ് എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഒരു ആ കാലഘട്ടത്തിൽ ആ പേര് സ്വീകരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരിക്കലും വഴിയാധാരമായി പോകാതെ ഒരു ഓണറബിൾ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, ആത്മാഭിമാനകരമായ ഒരു അസ്തിത്വത്തിന് വേണ്ടിയിട്ടാണ് അന്ന്. കാരണം ആ വിഭജനത്തിന് ശേഷം ഉള്ളൊരു കാലമാണ് നമ്മളതിനെ ഓർക്കുന്നത്. പക്ഷേ കാലാകാലങ്ങളിൽ മുസ്ലിം ലീഗ് എടുത്ത സമീപനം എടുത്ത് നോക്കിയാൽ ഈ ഭരണഘടന ഉണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ആരാ ഉള്ളത്? കായികമില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അപ്പം എല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു ഭരണഘടനയല്ലേ ഇത്. ഈ ഭരണഘടനയ്ക്കെതിരെ ഞങ്ങൾ എപ്പോഴെങ്കിലും നിൽക്കുമോ? ലീഗിൻ്റെ വളർച്ച പക്ഷേ നിങ്ങൾ പരിശോധിക്കുക. നാഗ്പൂർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്ഥലം? RSSൻ്റെ കേന്ദ്രമാണ്. അവരുടെ മസ്തിഷ്കം നിലകൊള്ളുന്നത് നാഗ്പൂരിൽ മുസ്ലിം ലീഗിന് 4 കൗൺസിലർമാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അയോധ്യയിൽ ആരാണ് ജയിച്ചത്? അയോധ്യയിൽ BJP അല്ലല്ലോ ജയിക്കുന്നത്. അയോധ്യയിൽ ജയിക്കുന്നത് ഒരു വളരെ സെക്കുലറായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ ജയിച്ചു വരുന്നത്. അപ്പം
ഈ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇപ്പോഴും മതേതരത്വത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെയുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആയിരിക്കും അന്തിമ വിജയം നേടുക എന്നുള്ളതാണ്. ഇപ്പം അപ്പോൾ താങ്കളുടെ എല്ലാ കമ്മ്യൂണൽ ഡിവിഷന് വേണ്ടി ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളും, അത് മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ BJP ആകട്ടെ, അവരെ ഈ ജനങ്ങൾ നിരാകരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി, ലീഗിൽ നിന്ന് ഉപമുഖ്യമന്ത്രിമാരുണ്ടായി. പക്ഷേ ഒരു മുസ്ലിം ലീഗിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി എന്നുള്ളൊരു ചർച്ച പോലും നടത്താൻ ഭയപ്പെടുന്നൊരു സാഹചര്യം. അല്ല, അതങ്ങനെ ഇവർ ഇടതുപക്ഷം ഉണ്ടാക്കുന്നത്. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് വേണമെന്ന്? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ വേണമെന്ന്? പക്ഷേ ഇത് ഏതെങ്കിലും കാരണത്താൽ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ മുഴുവൻ പീഡിപ്പിച്ചില്ലാതാക്കുക എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി തലശ്ശേരി ഭാഗത്ത് നടത്തിയ പ്രചരണം എന്തായിരുന്നു എന്നുള്ളത് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ CPI മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അന്നും എന്നും അവർ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് ആഭ്യന്തരം കൈയാളിയാൽ ഈ രാജ്യത്ത് മാറാടുകൾ ആവർത്തിക്കപ്പെടും. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രിയായാൽ ഈ രാജ്യം ധ്രുവീകരിക്കപ്പെടുകയും മുസ്ലിം കൺട്രോളിലേക്ക് ഈ സ്റ്റേറ്റ് മാറുകയും ചെയ്യും. ഞങ്ങൾ എത്ര കാലം ഇവിടെ ഭരിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ ജയിക്കുന്നത് വെറും മുസ്ലിം വോട്ടിലാണോ? ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഒക്കെ വിചാരിക്കാതെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം ഞങ്ങൾ എന്നും അവരുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആരാന്ന് അവർക്കറിയാം. ഒരിക്കലും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാൾ ഞങ്ങളെ കമ്മ്യൂണലായി അവർ കാണില്ല. കാരണം ഞങ്ങൾ അവരോട് കമ്മ്യൂണലായി പെരുമാറിയാലല്ലേ ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണലാവുകയുള്ളൂ. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെ ഈ ഒറ്റതിരിഞ്ഞ് ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതിൽ CPM വിജയിച്ചു എന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. അല്ല, വിജയിച്ചു എന്നുള്ളതല്ല, വിജയിച്ചിട്ടുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല. അവർ പറയുന്ന പ്രചരണങ്ങൾ ഈ ഒരു ദുരുദ്ദേശത്തിലാണ് എന്നുള്ളത് കൃത്യമാണ്. അത് സാധാരണ സമൂഹത്തിന് അറിയാം. അറിയുന്നതുകൊണ്ടാണല്ലോ പിന്നെയും ഞങ്ങൾ ജയിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഇതിൽ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവരെന്താ പറയുക? മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിൽക്കുന്നത് അപകടമാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പോകുന്നത്. വെള്ളാപ്പള്ളി ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പ്രസ്താവനയല്ലേ? അപ്പോൾ അത് പല സ്ഥലത്തും പ്രതിഫലിക്കണ്ടേ? പ്രതിഫലിച്ചിട്ടില്ലല്ലോ. കാരണം മലപ്പുറത്തായാലും ഇവിടെ ആയാലും ഇഴവ വോട്ടുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇല്ലേ? നായർ കമ്മ്യൂണിറ്റി എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടല്ലോ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ പ്രാദേശികമായി ആരാണ് ഗുണം ചെയ്യുക, ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്ത് പ്രതിപക്ഷമില്ല ജില്ലാ പഞ്ചായത്ത്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാം മുസ്ലിം വോട്ടിൽ ജയിച്ചു വന്നെന്നാണോ? അല്ലല്ലോ. ഈ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോഴേക്കും തന്നെ മുസ്ലിങ്ങളുടെ ജില്ല എന്നുള്ള രീതിയിലാണല്ലോ പിണറായി പോലും പറഞ്ഞു പോകുന്നത് അറിയാതെ. ആണോ? അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളെയൊക്കെ ശരിക്കും അവഹേളിക്കുകയല്ലത്. അവിടുത്തെ ഏറ്റവും ഫോഴ്സ്ഫുള്ളായിട്ടുള്ള വലിയ രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യമുള്ള കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നല്ലേ അവിടുത്തെ എല്ലാ സാംസ്കാരിക നായകന്മാരും ഉണ്ടായിട്ടുള്ളത്. ഈ 1992 ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗിന് തീവ്രത പോരെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ കുറേ പ്രസ്ഥാനങ്ങളുണ്ടായി. ഇപ്പം ISS മാറി PDP ശക്തി പ്രാപിച്ചു. അതുപോലെ NDF അന്ന് രൂപം കൊണ്ടത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ്. മുസ്ലിങ്ങളെ ഒരു സംശയത്തിൻ്റെ നിഴലാക്കുന്നൊരു സാഹചര്യമൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഉത്ഭവവും വളർച്ചയും കാരണമായിട്ടുണ്ട്. ആ ഘട്ടത്തിലുണ്ടാകുന്ന പ്രസ്ഥാനങ്ങൾ
നൈമിഷികമായി ചിലപ്പം ചില വൈകാരികമായി ചിന്തിക്കുന്ന ആളുകളെ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചേക്കും. പക്ഷേ ലീഗ് അന്നെടുത്ത നിലപാടെന്താ? അപ്പം നിങ്ങളെന്താണ് സമാധാനത്തിൻ്റെ താരാട്ട് പാട്ട് പാടി സമുദായത്തെ ഉറക്കുകയാണോ എന്നാണ് ശിഹാബ് തങ്ങളോട് അന്നത്തെ തീവ്രമായി ചിന്തിക്കുന്ന സംഘടനകൾ ചോദിച്ചത്. അതിന് ശിഹാബ് തങ്ങളുടെ ഒരു മറുപടിയുണ്ട്. അങ്ങനെ ചിന്തിക്കാത്ത, വൈകാരികമായി ചിന്തിക്കാത്ത ഒരു 15 ആൾ കൂടെ ഉണ്ടെന്ന് വെച്ചോളൂ, ഞങ്ങൾക്ക് ആ 15 ആൾ മതി, ബാക്കി എല്ലാവർക്കും പോവാം. ഇപ്പോഴും ആ ഒരു നിലപാടിൽ തന്നെയാണ് ഉള്ളത്. യാതൊരു സംശയവും വേണ്ട. കാരണം ഈ ഒരു ക്രൈസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നത്തെ ഊതിവെറുപ്പിക്കാൻ ശ്രമിക്കുകയല്ല, അതിനെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക വേണ്ടത്. അതിൽ ഞാനാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതെങ്കിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നു. സാദിഖ് അലി തങ്ങളുടെ പേരിലുള്ള ആരോപണം അതാണ്. പല കാര്യത്തിലും അദ്ദേഹം വളരെ സോഫ്റ്റായി സംസാരിക്കുന്നു. ഈ പറഞ്ഞ പിന്നെ ബാബരി മസ്ജിദിൻ്റെ സ്ഥാനത്ത് ക്ഷേത്രം വരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴുള്ള ചർച്ചകളൊക്കെ അതല്ല, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ഈ NDF-ൻ്റെയൊക്കെ ഒരു ആവിർഭാവം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അന്ന് അതിനെ ചെറുത്ത് ഒപ്പിച്ചവരാണ് ഞങ്ങൾ. അല്ലാതെ കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയെ മാറ്റിമറിച്ചു. അതെ, അന്ന് യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ് ഞങ്ങൾ പരസ്യമായി അവർക്കെതിരെ വന്നു. അന്ന് NDF മാത്രമല്ല, വൈമ കൈമ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തുടങ്ങിയത് അങ്ങനെയാണ്. വയനാട് യങ് മുസ്ലിം അസോസിയേഷൻ, മലപ്പുറം യങ് മുസ്ലിം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പിന്നെ NDF ആവുന്നത്. പിന്നെ അത് പോപ്പുലർ ഡെമോക്രാറ്റിക് ഫണ്ടായി, പിന്നെ അത് STPI ആയി. അവരെ നിരോധിച്ചല്ലോ കേന്ദ്ര ഗവൺമെൻറ്. അതൊരു ആശ്വാസകരമായ നടപടിയായിട്ട്. അല്ല, STPI നിരോധിച്ചിട്ടില്ല. നിരോധനം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം നിരോധിച്ചു കഴിഞ്ഞാൽ ഇവർ വേറെ രൂപത്തിൽ വരും. ഇപ്പം സിമി നിരോധിച്ചു. സിമി ആവിയായി പോയിട്ടില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു പോയിസൺ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട്. സിമി ആവിയായി പോയിട്ടില്ല. അപ്പോൾ സിമി എന്ത് ചെയ്യും? സിമി രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ പഴയ സിമി നേതാക്കന്മാരായിരുന്നു പിന്നീട് NDF-ൻ്റെ നേതാക്കന്മാരായി വന്നിട്ടുള്ളത്. അത് നമ്മൾ പരിശോധിക്കും. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഐഡിയോളജിക്കലി നേരിടണം. ഐഡിയോളജിക്കലി നേരിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ പെട്ടുപോയിട്ടുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. മുസ്ലിം ലീഗല്ലേ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത്. ഞങ്ങളെന്നും ശ്രമിച്ചിട്ടുള്ള അതാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ എല്ലാ തീരുമാനവും ഒന്ന് ISS വന്നപ്പോഴും വന്നപ്പോൾ ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടത്. എപ്പോഴും ഒരു തീവ്രവാദ സംഘടന ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുഴുവൻ ചീത്തയും കേൾക്കുന്ന ആർക്കാണ്? ഞങ്ങൾക്കാണ് കേൾക്കാറുള്ളത്. കാരണം STPI ആരെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്? അതേപോലെ PDP അന്നുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ആരെയാണ്? അപ്പോൾ അത്തരം സംഘടനകൾ എന്തുകൊണ്ടാണ് ലീഗിനെതിരെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ ബേസാണ് അവർക്ക് കിട്ടാൻ താല്പര്യം. പക്ഷേ ഞങ്ങളെന്താ ചെയ്തിരുന്നത് വെച്ചാൽ ലീഗിൻ്റെ ബേസല്ല, നമ്മൾ മൊത്തത്തിലുള്ള പിന്നെ കമ്മ്യൂണിറ്റി ആയാലും കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ബന്ധങ്ങളായാലും അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഇവർ പറയും നിങ്ങളിങ്ങനെ ഒരു സമാധാനകാംക്ഷികളായി, നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് തീവ്രത പോരാന്നാണ് പറയാറുള്ളത്. നിങ്ങൾ ആ കാര്യത്തിൽ എന്ത് ചെയ്തു? അത് മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളോട് ചോദിക്കുന്ന കാര്യമാണ്. ഞങ്ങളാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ, മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് എപ്പോഴും ചോദിക്കുക. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവക്കേഷനാണ്, ഭയങ്കരമായ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നിലനിൽക്കാൻ നമുക്ക് അർഹതയുണ്ടോ? പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഈ മുസ്ലിം ലീഗിൽ വളരെ പ്രാഗൽഭ്യമുള്ള കരുത്തരായ വനിതകൾ ഒരുപാടുണ്ട്, വളരെ ചെറുപ്പക്കാരായ വനിതകളുണ്ട്. പക്ഷേ ഒരു വനിതാ MLA ലീഗിൽ നിന്നും ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും അവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. അല്ല, അത് നമ്മൾ നിർത്താത്തതുകൊണ്ടല്ലോ.
പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വനിതകൾ എന്ന് പറയുന്നതിനോട് അവർ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് ഒരു തരത്തിലെ എതിർപ്പുകളുള്ളൊരു പാർട്ടിയല്ല. ഇനി നമ്മൾ വീണ്ടും അത് പാർട്ടി പരിഗണിച്ചു വിടുകയില്ല. പക്ഷെ അവർക്കൊരു ഉറച്ച സീറ്റ്, വിജയസാധ്യതയുള്ളൊരു സീറ്റ് അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി നിർത്തുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, വെല്ലുവിളി ഉള്ള സീറ്റുകളിലാണ് വനിതകൾ മത്സരിക്കുന്നത്. അല്ല, ഇവിടെ സൗത്ത് എന്ന് പറയുന്നതൊക്കെ നല്ല സീറ്റായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നമ്മളതിൽ പരിഗണിക്കപ്പെട്ടു. അപ്പം നല്ല കാൻഡിഡേറ്റ്സ് തോൽക്കുന്നില്ലേ? ഉറപ്പുള്ള സീറ്റുകളിൽ തോൽക്കുന്നുണ്ടല്ലോ. കൊടുവള്ളി എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റല്ലായിരുന്നു. നമ്മൾ എത്ര വർഷം തോറ്റവിടെ അല്ലേ? അപ്പം നമുക്ക് ഏതാണ് ഷുവർ സീറ്റ്, ഏതാണ് പിന്നെ വെല്ലുവിളിക്കുന്ന സീറ്റ് എന്നറിയില്ല. എത്രയോ കാലം സൗത്ത് നമ്മൾ ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കാൻഡിഡേറ്റിൻ്റെ മോശം കൊണ്ടല്ല. അത് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. വളരെ വിജയസാധ്യതയുള്ള സീറ്റ് വനിതകൾക്ക് നൽകി. അല്ല, ഞാൻ പറയുന്നത് വിജയസാധ്യത ഉള്ള സീറ്റ് തന്നെയാണ് എപ്പോഴും കൊടുക്കാറുള്ളത്. പക്ഷേ ചില സമയത്ത് സംഭവിച്ചു പോകുന്നതാണ്. അത് മനഃപൂർവ്വം തോൽക്കാൻ വേണ്ടി ഒരു വനിതാ സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടു എന്ന് പറയുന്നത് കറക്റ്റല്ല. ജയിക്കാൻ വേണ്ടി തന്നെ ഞങ്ങളിപ്പോൾ ശരി കോഴിക്കോട് സൗത്ത് ഞങ്ങൾ തോക്കും, അതുകൊണ്ടൊരു വനിത അങ്ങനെ ഞങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുമോ? ഞങ്ങൾ തോക്കാൻ വേണ്ടിയിട്ടൊരു സീറ്റിൽ മത്സരിക്കുമോ? പിന്നെ താങ്കൾ എന്തുകൊണ്ടാണ് മണ്ഡലം മാറി എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി. അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇവിടുന്ന് ഒളിച്ചോടിയൊന്നുമല്ലല്ലോ. പാർട്ടി തീരുമാനിക്കുന്നു, ശരി നീ കൊടുവള്ളി നിൽക്കും, ഇവിടെ ഞങ്ങൾ പിന്നെ വേറൊരു കാൻഡിഡേറ്റിനെ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇനി പാർട്ടി പറയുകയാണ് നീ മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയറി മത്സരിക്കാൻ പറ്റുമോ? ഇല്ല. പാർട്ടിയാണ് നമ്മളുടെ അന്തിമമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തവണ പാർട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പോലും പാർട്ടിയാണ് പറയുക ഇന്ന സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളത്. ഇത്തവണ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ താങ്കൾ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊരു പിന്നെ നമ്മളെന്താ പറയുക, ഒരു ഇമാജിനറി ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കോഴിക്കോട് കാരണം ഇപ്പോൾ ഒന്നും പിന്നെ സ്ഥാനാർത്ഥി നിർണയമേ തുടങ്ങിയിട്ടില്ല. ആദ്യം മുന്നണിക്കകത്തുള്ള സീറ്റ് വിഭജനം നടക്കണം. അപ്പോൾ ഏതൊക്കെ സീറ്റാണ് പിന്നെ നമ്മൾ മത്സരിക്കുന്നത്, ഏതെങ്കിലും വിട്ടുകൊടുക്കുന്നുണ്ടോ, ഏതെങ്കിലും വാങ്ങുന്നുണ്ടോ എന്നൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. അത് തീരുമാനമായ ശേഷമേ നമ്മൾ ഇതിലേക്ക് കടക്കൂ, സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കൂ. നിർണയത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രയോറിറ്റീസും നമ്മൾ നോക്കും. കോഴിക്കോട് സൗത്തിൽ MK മുനീർ വീണ്ടും മത്സരിക്കണമെന്ന് പ്രവർത്തകരുടെ ഒരു വികാരം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പരസ്യമായിട്ട് തന്നെ. അല്ല, അതൊന്നും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. എങ്കിലും അവസാനം പാർട്ടിയാണത് തീരുമാനിക്കുക. ഇപ്പോൾ സീറ്റ് നിഷേധിക്കപ്പെടുന്നൊരു ഘട്ടം വരികയാണെങ്കിലോ? അതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയല്ലേ നമ്മുടെ തീരുമാനം പറയേണ്ടത്. സീറ്റ് നിഷേധിക്കാനുള്ള പൂർണ്ണ അവകാശം പാർട്ടിക്കില്ലേ? അതേസമയം പിന്നെ ഇവനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നും തീരുമാനിക്കാനുള്ള അവകാശവും പാർട്ടിക്കുണ്ട്. രണ്ടും പാർട്ടിക്കുണ്ട്. നിരാകരിക്കാനുള്ള അവകാശമുണ്ട്, കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. തങ്ങൾക്ക് മുന്നിൽ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് MBBS പൂർത്തിയാക്കി ഒരു ഡോക്ടറായിട്ട് പോവുക, മറ്റൊന്ന് പിതാവിൻ്റെ വഴി പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് വരിക. ഇപ്പോൾ പിതാവിൻ്റെ വഴി പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്കെത്തി മുസ്ലിം ലീഗിൻ്റെ വളരെ സുപ്രധാനപ്പെട്ട ഒരു ലീഡർ കൂടെയാണ് താങ്കൾ. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എപ്പോഴെങ്കിലും ഒരു റിഗ്രഷൻ തോന്നിയിട്ട്? ഒരിക്കലുമില്ല. അതിലേക്ക് ഞാൻ യാദൃശ്ചികമായി വന്നതാണ്, അത് സത്യമാണ്. കാരണം എൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും ഞാൻ ഒരു ഡോക്ടറായി പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ പാർട്ടി ഈ രാഷ്ട്രീയത്തിലേക്ക് വരണം, അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി കാത്തു സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെന്ത് നോ പറയാൻ പറ്റില്ല പാർട്ടിയോട്. കാരണം പാർട്ടിയാണ് ഞങ്ങൾ നിലനിർത്തിയത്. എൻ്റെ പിതാവിനെ നിലനിർത്തിയും പാർട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് വേണ്ടി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ചു. അപ്പം ഒരു പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറാവുക, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പോവുക, അതെല്ലാ സ്വപ്നങ്ങളും ഞാൻ മാറ്റിവെച്ചു.
ഞാൻ പിന്നെ 24 മണിക്കൂർ ഇതിനകത്താണ് ഉണ്ടായത്. അതിൽ നിന്നും ഞാൻ പരമാവധി എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിലും നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മന്ത്രിസ്ഥാനം പാർട്ടി തന്നതാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും താങ്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, വലിയൊരു പ്രചാരണം എല്ലാ കാലഘട്ടം നടന്നത്. എന്തെങ്കിലും അതിൽ ശരിയുണ്ടോ അതിൽ? ഒന്നുമില്ല, അത് പുറത്ത് പറയുന്നതല്ലാതെ അദ്ദേഹം ഞാനും തമ്മിലുള്ള ഒരു സമയത്തും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരു വിദ്വേഷത്തിലേക്ക് പോയിട്ടില്ല. അദ്ദേഹം ഞാനും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നേതാവല്ലേ. അങ്ങനെ ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഇതിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ലേ. പക്ഷെ അതല്ലല്ലോ, അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടി ലീഡർ അദ്ദേഹം ആകുമ്പോൾ ഞാൻ ഡെപ്യൂട്ടി ലീഡറായിട്ട് കൂടെയുണ്ട്. എനിക്ക് ഇവനെ പറ്റില്ല എന്നൊന്നും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഡെപ്യൂട്ടി ലീഡറായിട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം പാർട്ടി ലീഡറും ഞാൻ ഡെപ്യൂട്ടി ലീഡറുമാണ്. അതുപോലെ തന്നെ പിന്നെ നിയമസഭയ്ക്കകത്താണെങ്കിലും അദ്ദേഹം മന്ത്രിയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ അദ്ദേഹം എന്നെ പരിഗണിച്ചിട്ടുണ്ട് എപ്പോഴും. അപ്പോൾ എപ്പോഴും ഞങ്ങൾ തമ്മിൽ വളരെ കോർഡിയലായ റിലേഷനാണ്. അത് അന്നും ഇന്നും എന്നും ഞാൻ അത് എന്നും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എം കെ മുനീർ എന്ന എഴുത്തുകാരൻ, എം കെ മുനീർ എന്ന കാർട്ടൂണിസ്റ്റ്, എം കെ മുനീർ എന്ന പാട്ടുകാരൻ, ഇത് മൂന്നും നഷ്ടമായോ എന്നൊരു തോന്നൽ? അതല്ല, അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. അതൊക്കെ വളരെ ചെറിയ ആഗ്രഹങ്ങളാണ്. അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എനിക്ക് എൻ്റെ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. പാട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ സ്വകാര്യ ഒത്തുകൂട്ടലൊക്കെ പാടും. അതൊക്കെ ഉള്ളൂ. ശരിക്കും പണ്ടൊക്കെ എനിക്ക് പാട്ട് പഠിച്ച് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. അതൊന്നും എൻ്റെ പ്രയോറിറ്റി പൊളിറ്റിക്സ് ആയിരുന്നു. പിന്നെ എല്ലാറ്റിലും പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വ്യക്തിപരമായ പരിപാടികളും ഞാൻ മാറ്റിവെച്ച് പാർട്ടിയുടെ മീറ്റിങ്ങുകളിലാണ് പങ്കെടുക്കുക. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കല്ല തീരുക, 4 മണി വരെയൊക്കെ ഉണ്ടാവും. അന്ന് ഞാൻ പോയി 4 മണിക്ക് വരെ പ്രസംഗിച്ചിട്ടുണ്ട് പുലർച്ചെ. അപ്പം ഭക്ഷണമൊന്നും കൃത്യമായിട്ട് നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയില്ല എന്ന് വരും. നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണം നമ്മൾ വാരി വലിച്ച് കഴിച്ചു എന്നും വരും. അതൊക്കെ എൻ്റെ ആരോഗ്യത്തെ ബാധിച്ചതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എൻ്റെ ഈ ചിട്ടയില്ലാത്ത ഒരു ജീവിതം കൂടി. അതിന് രാഷ്ട്രീയത്തിലെ പ്രവർത്തനങ്ങൾ വലിയ അളവോളം കാരണമായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്ക് റിഗ്രറ്റ് ഇല്ല. കാരണം ഉള്ള ടൈം എത്രമാത്രം ഫ്രൂട്ട്ഫുള്ളാക്കാൻ പറ്റുമെന്നുള്ളതാണ് അന്നും ഇന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ ഫാദറും അങ്ങനെ തന്നെയായിരുന്നു. വാപ്പയ്ക്ക് അവസാന അസുഖം ബാധിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അവസാന ശ്വാസം വരെ പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും തന്നെ വളർത്തിയ പാർട്ടിയെ എവിടെയെങ്കിലും വഴിക്ക് വെച്ചിട്ട് പോയിട്ടില്ല.